ജർമ്മനിയിൽ നിന്നും ഞെട്ടിപ്പിക്കുന്ന വാർത്തകളാണ് പുറത്തേക്ക് വന്നുകൊണ്ടിരിക്കുന്നത്. ക്രിസ്മസ് വരുന്നതിനാൽ തന്നെ യൂറോപ്യൻ രാജ്യങ്ങൾക്ക് നമുക്കറിയാം മാർക്കറ്റുകളെല്ലാം വലിയ രീതിയിൽ തിരക്കുകളൊക്കെ ഉണ്ടാവും. ക്രിസ്മസിനെ വരവേൽക്കുന്നതിന്റെ ഭാഗമായിട്ട് ക്രിസ്മസ് മാർക്കറ്റുകളെല്ലാം എല്ലായിടത്തും ഓപ്പൺ ആണ്. അങ്ങനെ ജർമ്മനിയിൽ ഒരു തിരക്കുള്ള ഒരു മാർക്കറ്റിലേക്ക് ഒരു സൗദി വംശജനായ ഒരു ഫിസിയോതെറാപ്പിസ്റ്റ് അദ്ദേഹത്തിന് BMW കാർ ഓടിച്ചു കയറ്റി മാർക്കറ്റിൽ ഉണ്ടായിരുന്ന നിരവധി പേർ മരണപ്പെടുകയും ചെയ്തു. അതിൽ 3 വയസ്സ് വരെയുള്ള ഒരു കുഞ്ഞുകുട്ടി വരെ അതിൽ ഉൾപ്പെട്ടിരുന്നു. ഇപ്പോഴും മരണസംഖ്യ ഉയർന്നുകൊണ്ടിരിക്കുകയാണ്. സംഭവ സ്ഥലത്തുണ്ടായ കണ്ണില്ല ക്രൂരതയുടെ വീഡിയോ ഇപ്പൊ സമൂഹ മാധ്യമങ്ങളിലെല്ലാം പ്രചരിച്ചുകൊണ്ടിരിക്കുകയാണ്. 20ഓളം പേർ അതീവ ഗുരുതരാവസ്ഥയിലാണ് നിൽക്കുന്നത്. സൗദിയിൽ നിന്നും 2000 കാലഘട്ടത്തിൽ ജർമ്മനിയിലേക്ക് കുടിയേറിയ ഡോക്ടർ 14 വർഷത്തോളമായിട്ട് ജർമ്മനിയിൽ താമസിച്ചു വരുന്നു. ഇപ്പോ വളരെ പ്രധാനപ്പെട്ട ഒരു വിവരം ലഭിച്ചിരിക്കുന്നത് പ്രതി ഒരു എക്സ് മുസ്ലിം ആണെന്നുള്ളതാണ്. അതായത് ഇസ്ലാം വിരോധിയായ ഒരു വ്യക്തിയാണ്. ലോകം മുഴുവൻ ഇപ്പോൾ ഈ ഒരു വിഷയം സജീവമായി ചർച്ച ചെയ്തുകൊണ്ടിരിക്കുകയാണ്. എലോൺ മസ്ക് ഇതിനെ വലിയ രീതിയിൽ പരാമർശിച്ചിട്ടുണ്ട്. എന്തായാലും വാസ്തവം അറിയാം. എവർക്കും ടോക്ക് സ്പേസിലേക്ക് സ്വാഗതം. ഈ വിഷയത്തെ പരാമർശിച്ചുകൊണ്ട് എലോൺ മസ്ക് രംഗത്ത് വന്നപ്പോ അദ്ദേഹം പറഞ്ഞ പ്രധാനപ്പെട്ട ഒന്നാണ് ജർമ്മൻ ചാൻസലർ ആയിട്ടുള്ള ഒലാഫ് സ്കോൾസ് ഒരു ഇൻകംപ്ലീറ്റ് ഫൂൾ ആണെന്നുള്ളത്. അദ്ദേഹം ഈ ഒരു പദവിക്ക് യോജിച്ച ഒരു വ്യക്തിയല്ല. അദ്ദേഹം രാജിവെക്കണമെന്ന് എലോൺ മസ്ക് ആവശ്യപ്പെട്ടിട്ടുണ്ട്. ജർമ്മനിയിലെ തീവ്ര വലതുപക്ഷ ബദൽ പാർട്ടിയായ AfD തീവ്രമായി സപ്പോർട്ട് ചെയ്യുന്ന ഒരു വ്യക്തി കൂടിയാണ് മസ്ക്. അദ്ദേഹം പറയുന്നത് ജർമ്മനിയെ രക്ഷിക്കാൻ ഇനി AfDക്ക് മാത്രമേ സാധിക്കുകയുള്ളൂ എന്നതാണ്. ഈ AfD എന്ന പാർട്ടി കുടിയേറ്റ വിരുദ്ധ പാർട്ടിയാണ്. കഴിഞ്ഞ വർഷം മുതലേ ജർമ്മൻ ഗവൺമെന്റിന്റെ അനധികൃത കുടിയേറ്റം കൈകാര്യം ചെയ്യുന്നതിന് കടന്നാക്രമിച്ച് മസ്ക് കഴിഞ്ഞ വർഷം AfDക്ക് പിന്തുണ പ്രഖ്യാപിച്ചിരുന്നു. AfDയുടെ പ്രധാന മുദ്രാവാക്യം തന്നെ മുസ്ലിമുകളെ പുറത്താക്കുക എന്നതാണ്. അതുകൊണ്ടാണ് മസ്ക് അങ്ങനെ ഒരു പ്രതികരണം നടത്തിയത്. എന്നാൽ ഇതിലെ മറ്റൊരു ട്വിസ്റ്റ് എന്താണെന്ന് പറഞ്ഞാൽ ഈ ഒരു ആക്രമണം നടത്തിയ കുറ്റവാളി ഒരു AfD സപ്പോർട്ടർ ആണ് എന്നുള്ളതാണ്. കാരണം പ്രതി ഒരു എക്സ് മുസ്ലിം ആണല്ലോ. അദ്ദേഹത്തിന്റെ ട്വിറ്റർ ഫേസ്ബുക്ക് പോസ്റ്റുകളൊക്കെ എടുത്ത് പരിശോധിച്ചാൽ മനസ്സിലാവും അദ്ദേഹം മുസ്ലിം വിരുദ്ധത കൂടുതലായി പ്രചരിപ്പിക്കുന്ന ഒരാളാണെന്നുള്ളത്. ജർമ്മനിയിൽ താമസിച്ചു വരുന്ന സമയത്ത് തന്നെ സൗദിയിൽ മതം ഉപേക്ഷിക്കുന്ന മുസ്ലിമുകൾക്ക് വേണ്ടി അതുപോലെ തന്നെ സ്ത്രീകൾക്ക് വേണ്ടിയും ഇദ്ദേഹം ഒരു വെബ്സൈറ്റ് ഉണ്ടാക്കിയിരുന്നു. എങ്ങനെ ആ രാജ്യത്ത് നിന്നും കടക്കാൻ സാധിക്കും എന്നുള്ളത്. പല സൗദി പൗരന്മാർക്കും, അതായത് മതം വിടുന്ന പൗരന്മാർക്ക് സൗദിയിൽ നിന്നും മറ്റു രാജ്യങ്ങളിലേക്ക് നാട് വിടാനുള്ള പല സഹായങ്ങളും ഇതിന്റെ കൂടെ ഇയാൾ ചെയ്തു വന്നിരുന്നു. ഇവിടെ മുസ്ലിം തീവ്രവാദമാണ് നടന്നതെന്നുള്ള ഒരു തീപ്പൊരി സൃഷ്ടിക്കാൻ കുറ്റവാളി ചെയ്തൊരു കൃത്യമാണിത്. ഇവിടെ മുസ്ലിം ഭീകരവാദം ലോകമെമ്പാടും ശക്തി പ്രാപിച്ചുകൊണ്ടിരിക്കുകയാണ് എന്ന് ലോകത്തെ അറിയിക്കുക, ലോകമെമ്പാടുമുള്ള മുസ്ലിമുകൾക്ക് യൂറോപ്യൻ രാജ്യങ്ങളിൽ കുടിയേറ്റം നിഷേധിക്കുക, ഇതൊക്കെയായിരുന്നു പ്രതിയുടെ പ്രധാന ഉദ്ദേശം. ഇതൊക്കെയാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിച്ചിരിക്കുന്നത്. എന്നാൽ മറ്റു പല റിപ്പോർട്ടുകളിൽ നിന്ന് ലഭിക്കുന്ന വിവരം പ്രതി കുറച്ചു കാലമായിട്ട് ഇസ്ലാമിലേക്ക് തന്നെ തിരികെ പോയെന്നാണ്. കൃത്യമായ വിവരം ഇതുവരെ ലഭിച്ചിട്ടില്ല. അന്വേഷണം ശക്തമായി നടക്കുന്നുണ്ട്. പക്ഷേ ഇതിനു മുൻപും സമാനമായ രീതിയിൽ ജർമ്മനിയിൽ സംഭവിച്ചിട്ടുണ്ട്. 2016 അന്ന് ഈ ബെർലിനിൽ വെച്ച് ഒരു മതഭ്രാന്തൻ ട്രക്ക് ഉപയോഗിച്ച് മറ്റൊരു ക്രിസ്മസ് മാർക്കറ്റിൽ ഇടിച്ചു കയറിയിരുന്നു. അന്ന് 13ഓളം പേർ കൊല്ലപ്പെടുകയുണ്ടായി. ധാരാളം പേർക്ക് ഗുരുതര പരിക്കേൽക്കുകയുണ്ടായിരുന്നു. പല ക്രിസ്മസ് ആഘോഷവേളകളിലും അല്ലെങ്കിൽ അതുമായിട്ട് ബന്ധപ്പെട്ട പരിപാടികളിലും ഇതുപോലെ പല ആക്രമണങ്ങളും ജർമ്മനിയിൽ ഉണ്ടായിട്ടുണ്ട്. അല്ലാതെ ഇത് ആദ്യമായി സംഭവിക്കുന്ന ഒരു കാര്യമൊന്നുമല്ല. എന്നിട്ട് പോലും ജർമ്മനിയിലെ അധികാരികൾ ഇത് എന്തുകൊണ്ട് കൂടുതൽ സെക്യൂരിറ്റി അവിടെ നൽകിയില്ല എന്നുള്ളതാണ്. അല്ലെങ്കിൽ എന്തുകൊണ്ട് മുൻകരുതൽ എടുത്തില്ല. ഇവിടെ ഒരു വ്യക്തി ചെയ്ത അപരാധത്തിന് ഒരു കമ്മ്യൂണിറ്റി മുഴുവൻ ലോകമെമ്പാടും പഴിചാരുകയാണ് ചെയ്യുന്നത്. സെക്യൂരിറ്റികൾ കൃത്യമായി നടന്നിരുന്നുവെങ്കിൽ ഈ അവസ്ഥ അവിടെ ഉണ്ടാകില്ലായിരുന്നു. മുസ്ലിം എന്ന സമൂഹത്തിൽ മതഭീകരവാദമുണ്ട്. എന്നാൽ അത് എല്ലാവരും അതിൽ പങ്കാളികളുമല്ല. യൂറോപ്യൻ രാജ്യങ്ങളിൽ ജോലി ചെയ്ത് അവിടുത്തെ റൂൾസ് ആൻഡ് പോളിസി അതുപോലെ തന്നെ അനുസരിച്ച് മാന്യമായി ജീവിക്കുന്ന ഒരുപാട് മുസ്ലിം സമൂഹങ്ങൾ ഉണ്ട്. ഇവിടെ എല്ലാ മുസ്ലിമുകൾക്കും ഒരു ത്രെട്ടനിങ് ആണ് ഇപ്പോൾ നടന്ന ഈ സംഭവം. സ്ത്രീകൾക്ക് ആവിഷ്കാര സ്വാതന്ത്ര്യം നൽകാത്ത ഒരു കമ്മ്യൂണിറ്റി തന്നെയാണ് ഈ പറയുന്ന ഇസ്ലാം. അവരുടെ മതമാണ് അവരെ അങ്ങനെ ആക്കിയത് തന്നെ. എന്നാൽ
എല്ലാവരിലും ഇത്തരത്തിലുള്ള മതഭ്രാന്തില്ല. മുസ്ലിം എതിരാളികൾ തന്നെ അവരെ അടിച്ചമർത്താൻ വേണ്ടി ഇത്തരത്തിലുള്ള കൃത്യങ്ങൾ നടത്തി ലോകത്തിൽ ഇവരെ കൂടുതൽ ഭീകരവാദികളാക്കി മാറ്റുന്നുണ്ട്. ജർമ്മനിയിൽ നിയമങ്ങൾ സ്ട്രോങ് ആക്കണമായിരുന്നു, സെക്യൂരിറ്റി കൂടുതൽ ദൃഢമാക്കണമായിരുന്നു. തീവ്രവാദം വിദേശ രാജ്യങ്ങളിൽ കൂടുതൽ നടത്തുന്നത് മുസ്ലിങ്ങൾ മാത്രമാണോ? അല്ല. ഇപ്പൊ കാനഡയിൽ എന്തു സംഭവിച്ചു? അവിടെ ഭീകരവാദം നടത്തുന്നത് മുസ്ലിമുകളാണോ? അല്ല, ഖലിസ്ഥാൻ അനുകൂലികളല്ലേ. കുടിയേറ്റ നിയമം ശക്തമാക്കിയാൽ അത് ഏറ്റവും കൂടുതൽ ബാധിക്കാൻ പോകുന്നത് ഇന്ത്യക്കാണ്. ജർമ്മനിയിൽ കഴിഞ്ഞ ദിവസം നടന്ന ഫുട്ബോൾ മാച്ചിനിടെ ക്രിസ്മസ് മാർക്കറ്റിൽ നടന്ന ഈ ഒരു ഭീകരവാദത്തെ അനുശോചിച്ചുകൊണ്ട് മരണപ്പെട്ടവർക്കായിട്ട് ആദരാഞ്ജലികൾ അർപ്പിക്കുന്നുണ്ടായിരുന്നു. അതിനിടയിൽ ഒരു ജർമ്മൻ പൗരൻ ഉറക്കെ വിളിച്ചു പറയുന്നുണ്ട്, ജർമ്മനി ജർമ്മൻകാർക്ക് മാത്രമുള്ളതാണെന്നുള്ളത്, മറ്റുള്ളവർ ഇവിടെ പ്രവേശിക്കേണ്ട ആവശ്യമില്ല. ഒരു ഹിറ്റ്ലർ മുദ്രാവാക്യത്തെ ഓർമ്മപ്പെടുത്തുന്ന ഒന്നായിരുന്നു ആ ജർമ്മൻ പൗരൻ ഉയർത്തിയിരുന്നത്. അവിടെ തന്നെ മറ്റു പലരും ഉറക്കെ വിളിച്ചു പറയുകയുണ്ടായിട്ടുണ്ട്, നാസി രാജ്യത്തു നിന്നും മറ്റുള്ളവർ പുറത്തു കടക്കുക എന്നുള്ളത്. ജർമ്മനിയിൽ നടന്ന ഈ ഒരു സംഭവം വലിയ രീതിയിൽ കുടിയേറ്റം നടത്തിയവരെ ബാധിക്കും. അതുപോലെ ഇനി യൂറോപ്യൻ രാജ്യങ്ങളിലേക്ക് ചേക്കേറാൻ ഉദ്ദേശിക്കുന്നവർ, അവർക്ക് ഇത് വലിയ പ്രശ്നങ്ങൾ ഉണ്ടാകുവാനും സാധ്യതയുണ്ട്. നിയമങ്ങൾ സ്ട്രിക്റ്റ് ആക്കിയാൽ കുടിയേറ്റക്കാർക്ക് യൂറോപ്യൻ രാജ്യങ്ങളിൽ നിലനിൽപ്പിന് വലിയ വെല്ലുവിളിയാകാൻ സാധ്യത കൂടുതലാണ്. എന്തായാലും ജർമ്മനിയിലെ ഈ ഒരു സംഭവം ഇനി എത്രത്തോളം കുടിയേറ്റക്കാരെയും മുസ്ലിം സമൂഹത്തിനെയും ബാധിക്കുമെന്ന് കണ്ടറിയാം. ഈ വീഡിയോ ഇഷ്ടമായാൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക.